പത്തനംതിട്ടയിൽ 13-കാരിയുടെ വ്യാജ പരാതിയിൽ 20-കാരന് മർദ്ദനമേറ്റ സംഭവത്തിൽ കൂടൽ പോലീസിനെതിരെ പരാതിയുമായി മുന്നോട്ട് പോകാനാണ് യുവാവിന്റെ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. അവർ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും DGPക്കും ഒക്കെ പരാതി നൽകിയിട്ടുണ്ട്. കൂടൽ പോലീസ് സ്റ്റേഷനിലേക്ക് DYFI ഇന്നിപ്പോൾ പ്രതിഷേധ മാർച്ചും നടത്തുന്നുണ്ട്. ശ്രീരാജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീരാജെ, ഈ മർദ്ദനമേറ്റ 20-കാരന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിക്രൂരമായ മർദ്ദനം മാത്രമല്ല, യുവാവിന്റെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. കാലിന്റെ വെള്ളയിലടക്കം ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞിട്ടും അടിച്ചു തകർത്ത പോലീസിന്റെ ചെയ്തികളെ കുറിച്ച് ആ യുവാവ് പറയുന്നുണ്ടായി. അപ്പം ഈ വിഷയത്തിൽ പോലീസിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് തന്നെയാണ് ഈ യുവാവിന്റെ കുടുംബം, അല്ലേ? സേതു, അങ്ങനെ തന്നെയാണ്. വലിയ മർദ്ദനം ഈ 20 വയസ്സുകാരന് കൂടൽ പോലീസിൽ നിന്നും ഏൽക്കേണ്ടി വന്നിരുന്നു. അതിൽ നിലവിൽ പോലീസിൽ അല്ലെങ്കിൽ ഈ പോലീസിന്റെ നടപടിയിൽ ജില്ലാ പോലീസ് മേധാവി, സംസ്ഥാന പോലീസ് മേധാവി, മുഖ്യമന്ത്രി, ആഭ്യന്തര ഉപമന്ത്രി ഇവർക്കെല്ലാം തന്നെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ഈ കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ കൃത്യമായ നടപടി എടുക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിൽ ഈ 20 വയസ്സുകാരനൊരു വെളിപ്പെടുത്തൽ നടത്തിയത്. ക്രൂരമായ മർദ്ദനം പോലീസ് ക്വാർട്ടേഴ്സിൽ വെച്ച് കൂടൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ഇയാൾക്കുണ്ടായി. കാൽവെള്ളയിൽ ചൂരലുകൊണ്ട് നിരന്തരം അടിച്ചു, ബൂട്ടിട്ട് ചവിട്ടിയതടക്കമുള്ള നമ്മൾ സ്ഥിരമായി കേൾക്കാറുള്ള പോലീസിന്റെ ഈ മുറകൾ തന്നെയായിരുന്നു 20 വയസ്സുകാരനും നേരിടേണ്ടി വന്നത്. ഹൃദ്രോഗി കൂടിയാണ് ഇയാൾ. ബൈപ്പാസ് സർജറി, ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട് ബൈപ്പാസ് സർജറി കഴിഞ്ഞയാളാണ്. പക്ഷേ അതൊന്നും വകവെക്കാതെയായിരുന്നു പോലീസിന്റെ ഈ ക്രൂരമായ നടപടി ഉണ്ടായത്. 3-ാം തീയതി വൈകിട്ട് വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത ഈ 20 വയസ്സുകാരനെ തൊട്ടടുത്ത ദിവസം ആണ് വിട്ടയക്കുന്നത്. 4-ാം തീയതിയാണ് വിട്ടയക്കുന്നത്. വിട്ടയച്ചതും ഇതൊരു വ്യാജ പരാതിയായിരുന്നു. പരാതിയിൽ കഴമ്പില്ല, അല്ലെങ്കിൽ ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പോലീസ് ഇയാളെ വിട്ടയക്കുന്നത്. പക്ഷേ ആ സമയമെല്ലാം തന്നെ ക്വാർട്ടേഴ്സിൽ എത്തിച്ച് ഇയാളെ മർദ്ദിച്ചു എന്നാണ് പ്രധാനപ്പെട്ട ഒരു പരാതി. അതുകൊണ്ട് തന്നെ കൃത്യമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് ആണ് ഇവരുടെ പരാതിയുടെ ഉള്ളടക്കം. എന്തായാലും കൂടൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്ന് DYFIയുടെ മാർച്ചുണ്ട്. കൊടുമൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ, ഈ യുവാവിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകണമെന്നാണ് DYFIയുടെ ആവശ്യം. സേതു, ഓക്കെ, ശരി ശ്രീരാജ്, ശരി. അപ്പോൾ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് യുവാവിന്റെ കുടുംബത്തിന്റെ തീരുമാനം.